കോന്നി ഗ്രാമപഞ്ചായത്ത് യു.ഡി.എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജന പക്ഷപാതത്തിനും വികസന വിരോധത്തിനുമെതിരെ CPIM നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. എവിടെ ചെന്നാലും അത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും അത് സഹകരണ മേഖലയിലായാലും എവിടെയായാലും അഴിമതിയാണ്. നമ്മുടെ ഒരു പരസ്യമുണ്ടല്ലോ, നമ്മുടെ ഈ TV-യിലൊക്കെ എവിടെ ലൈബ്രറി ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കോൺഗ്രസ് എവിടെ ഉണ്ടായാലും അവർ അഴിമതി നടത്തുക, അതാണ് അവരുടെ പ്രധാനപ്പെട്ട. അങ്ങനെ അഴിമതിയിൽ ആറാടി നിർത്തിയാണ് ലക്ഷദ്വീപിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളും സമ്പന്നാവസ്ഥയിലാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവന പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഗവൺമെൻറ് 4.5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത ലൈവ്, ആ ലൈവിലെ വീടുകളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കുന്ന കാര്യം, വീടില്ലാത്തവർക്കെല്ലാം വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യം, അതുപോലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പഞ്ചായത്തിലൂടെയാണ്. സംസ്ഥാന ബഡ്ജറ്റിൻ്റെ 30 മുതൽ 35% വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് അധികാരം, അതുപോലെ ഫണ്ടും താഴേക്ക് തട്ടിലേക്ക് അധികാര വികേന്ദ്രീകരണമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനല്ല, അതിനെയെല്ലാം അഴിമതി നടത്താനുള്ള നടപടികളാണ് പഞ്ചായത്ത് ഭരണസമിതി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS സുരേശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ T രാജേഷ് കുമാർ, MS ഗോപിനാഥൻ, തുളസി മണിയമ്മ, KR ജയൻ, ദീതു ബാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KG ഉദയകുമാർ, AS ഷിജു എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പേരൂർ സുനിൽ, നൂഹ് മുഹമ്മദ്, അജയ് കുമാർ, അനീഷ്, ലൈജു വർഗീസ്, ഷാബുദ്ദീൻ, അനിത, KT സതീഷ്, രഘുനാഥ് മാമൂഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 9 മലയാളം ന്യൂസ്, കോന്നി.